അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ശരത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. മോഷണത്തിന് മാത്രമല്ല വധശ്രമത്തിനും കൂടിയാണ് കേസ് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്ന സമയത്ത് രേവതിയാണെങ്കിൽ കാല് പിടിച്ച് പറയുന്നുണ്ട്, അമ്മേ എൻ്റെ അനിയൻ്റെ ഭാവി കളയില്ല, നശിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ഇതൊന്നും കേട്ട ഭാവം നടിക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി കേസ് കൊടുത്തതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ, തെറ്റ് ചെയ്തവരെ എന്തായാലും അനുഭവിച്ചേ മതിയാവും. ഒപ്പം നിന്നവൻ വെള്ളം കുടിക്കട്ടെ, കുറച്ച് നാളെ ജയിലിൽ പോയി കിടന്ന് കഴിയുമ്പോൾ അവനെ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും ആ കൂടി പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, അവനെ കള്ളനാണ്, ഇനിയും കള്ളത്തരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കളവുകളാണ് ചെയ്യുന്നതെങ്കിൽ ഇനി അവൻ വലുതായി വരുമ്പോൾ വലിയ വലിയ കളവുകൾ അവൻ ചെയ്യും. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സച്ചി പറയുന്നുണ്ട്, എടാ നീയൊക്കെ ചേർന്നുകൊണ്ട് ഒരു കുടുംബം മുഴുവൻ നശിപ്പിക്കുമല്ലോ, ആ പയ്യൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ, അതവൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാലത്തും അത് അവനിൽ നിന്നും മായില്ലടാ, അതിൻ്റെ ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. എടാ അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിൽ നിൻ്റെ പേരിലാണ് ആദ്യം കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. ആദ്യം അതിൻ്റെ ലക്ഷ്യങ്ങൾ അടിച്ചുകൊണ്ടാണ് നീ പോയത്, അത് അച്ഛൻ്റെ ലക്ഷ്യങ്ങൾ അടിച്ചുകൊണ്ടല്ലേ നീ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിൽ എൻ്റെയും ശ്രീകാന്തിൻ്റെയും വരെ ഷെയറുണ്ട്, അത് തന്നിട്ടാണോ നീ സംസാരിക്കുന്നതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി പെട്ടെന്ന് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി നീ വിഷമിക്കൊന്നും വേണ്ട, അവനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കാം എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്, നീ അകത്തേക്ക് കയറിപ്പോവാൻ നോക്കുന്നിങ്ങനെ സച്ചി രേവതിയെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, എവിടേക്ക് പോവാനേ, ഇതേ എൻ്റെ വീടാ, ഇത് എൻ്റെ അച്ഛനെ എനിക്ക് തന്ന വീടാണ്, അതിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും എന്നെ കൊല്ലാൻ നോക്കുകയും ചെയ്ത ഒരുത്തൻ്റെ പെങ്ങൾ ഇനി ഈ വീട്ടിൽ വേണ്ട. നോക്ക്, ഇനി രേവതിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല, ഈ പൂ കെട്ടുന്നവളെ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ശരിയാവുന്നത്, ഇതേ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസിക്കുമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ ഭാര്യയോ, നിന്റെ ഭാര്യയായിരിക്കും, പക്ഷെ ആ പൂ കെട്ടുന്നവൾ അവൻ്റെ പെങ്ങളാണ് ആദ്യം, അതുകൊണ്ട് തന്നെ ഒരു കള്ളൻ്റെ പെങ്ങളെ ഈ വീട്ടിൽ വെച്ച് പുലർത്താൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, രവിയോട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ പറ ഇവളോടിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ, നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ളവരെ ഉള്ള കള്ള കുടുംബങ്ങളൊന്നും ഇനിയും വേണ്ട, അവരെ ഇവളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ കയറി വരികയും ചെയ്യും. നമ്മുടെ വീട്ടിൽ 2 മരുമക്കൾ വേറെയുണ്ട്, അവരാണെങ്കിൽ കോടീശ്വരികളാണ്, അവരുടെ കയ്യിൽ നിന്നും അവരുടെ കയ്യിലുള്ള സ്വർണമൊക്കെ അടിച്ചുകൊണ്ട് പോവില്ലെന്ന് ആര് കണ്ടു, ഇനിയേ ഇവൾ ഇവിടെ വേണ്ട എന്നിങ്ങനെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നിങ്ങനെ ചന്ദ്ര രവിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ എന്താണ് ഈ പറയുന്നത്, രേവതിയുടെ ആങ്ങളെയാണ് തെറ്റ് ചെയ്തത്, അതിനെ നീ രേവതി എന്തിനാ കുറ്റപ്പെടുത്തുന്നത്, രേവതി ഇവിടുത്തെ മരുമകളാണ്, അതായത് ഈ വീട്ടിലെ മകൾ തന്നെയാണ് അവൾ, അതുകൊണ്ട് അവൾ അവിടെ തന്നെ താമസിക്കുമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അത് ശരി, അവൾ ഇവിടെ നിൽക്കും അല്ലേ, അങ്ങനെയാണെങ്കിൽ 30 വർഷം നിങ്ങളുടെ കൂടെ കഴിഞ്ഞ എന്നെക്കാളും നിങ്ങൾക്ക് വലുത് അവളാണോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവളെ ഈ വീട്ടിൽ വാഴട്ടെ, ഞാനെന്തിനാ ഈ വീട്ടിൽ, ഞാൻ ഇങ്ങ് ഇറങ്ങിക്കോളാം, ഇനി മേലാൽ എന്നെ അന്വേഷിച്ച് വരരുത് എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്ര നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എനിക്കെന്താ പോകാൻ ഇടമില്ലേ, ഞാൻ പോയിക്കൊള്ളാം, എന്തായാലും നിങ്ങളും നിങ്ങളുടെ മരുമകളും എല്ലാവരും കൂടി ഇവിടെ ചേർന്നങ്ങ് ജീവിച്ചു. എന്നിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യത്തിൽ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, എടി നീ ഒറ്റയൊരുത്ത് കാരണമാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, നീ ഏത് നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അന്നല്ലാതെ ഞാനിവിടെ കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ചെല്ലുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ്. ഇത് കാണുന്ന രേവതിക്ക് ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയ്യോ അമ്മ എവിടേക്കാണ് പോകുന്നത്, അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി
പോവല്ലേ, അയ്യോ ആൻറ്റി പോവല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ എവിടെ, ചന്ദ്രൻ ദേഷ്യത്തിൽ അങ്ങ് പോവാണ്. ഈ സമയത്ത് രവീന്ദ്രനും ഒന്നും മിണ്ടാതെ റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ഭാമയുടെ വീടാണ് കേട്ടോ. ഭാമയെ ചോദിക്കും, ചന്ദ്രൻ നീ ഇതെന്താ ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ താമസിക്കാനാണ് വന്നിരിക്കുന്നത്, എന്താ വരാൻ പാടില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീ ഇവിടെ വരുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമേ ഉള്ളൂ. നീ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിച്ചോ, പക്ഷേ കാരണം എന്താന്നിങ്ങനെ നീ പറയുന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്കറിയാലോ എൻ്റെ കയ്യിൽ നിന്നും പൈസ തട്ടിപ്പറിച്ച ആ കള്ളൻ്റെ പെങ്ങൾ ആ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ അവിടേക്ക് ചെല്ലില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ഭാമ പറയുന്നുണ്ട്, എടി നീ ചെയ്യുന്നതിൽ വല്ല ശരിയുണ്ടോ? ദേ നോക്ക്, രേവതിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. രേവതി ഒരിക്കലും ഈ ഒരു കാര്യത്തിന് ആങ്ങളയ്ക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ടാകില്ല. മാത്രമല്ല സച്ചിയാണെങ്കിൽ നേരെ വാ നേരെ പോകുന്നുള്ള ഒരു ക്യാരക്ടറാണ്. വായി തോന്നുന്നത് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് അവരെ അവിടെ നിന്ന് ഓടിക്കണമെന്ന് ചിന്തിക്കുന്നത്? രേവതിയുടെ ആങ്ങളെയല്ലേ തെറ്റ് ചെയ്തത്, പിന്നെ രേവതി അവിടെ നിന്ന് പോവണമെന്ന് എന്തിനാ നീ ചിന്തിക്കുന്നത്? നിന്റെ മരുമകളല്ലേ രേവതി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വർഷയാണെങ്കിലും അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിലും വലിയ കോടീശ്വരികളാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് വേണമെങ്കിൽ അവരവരുടെ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് വേറെ താമസിക്കാൻ പോയേക്കാം. എങ്കിൽ രേവതി അങ്ങനെ ഒന്നുമല്ല. രേവതിയുടെ അത്രയും ഗുണവും സൽസ്വഭാവം ഉള്ള സംസ്കാരമുള്ള ഒരു പെൺകുട്ടിയെ മരുമകളായിട്ട് കിട്ടിയതിന് നീ ദൈവത്തിനോട് നന്ദി പറയണം. അല്ലാതെ അവളെ എന്നും ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവസാന കാലത്ത് അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ ഇത് എഴുതി വെച്ചോളൂ എന്നിങ്ങനെ ഭാമ പറയാന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഓ നീ രേവതിയെ പുകഴ്ത്തി പറയാൻ തുടങ്ങിയോ? എടി, എന്നെ ദ്രോഹിച്ചത് രേവതിയുടെ വീട്ടുകാരാണ്, എന്നിട്ട് അവളെ പിടിച്ച് നിർത്തണോ എന്ന് പറയുന്നത് ശരിയാണോ? ഇനി എന്തായാലും അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഞാൻ കഴിയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകാമെന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഭാമ പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ, ഞാൻ അതാണോ പറഞ്ഞത്? നിന്റെ മരുമകളെക്കുറിച്ച് നീ കുറച്ചൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് കേട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എൻ്റെ മരുമകളൊന്നുമല്ല, പിന്നെ കണ്ണിൽ കണ്ട കള്ളക്കുടുംബങ്ങളല്ലേ എൻ്റെ മരുമകൾ സ്ഥാനത്ത് വരാൻ പോകുന്നത്. എൻ്റെ പൊന്നു ഭാമേ, അവളെക്കുറിച്ചൊന്നും പറയാതിരുന്നാ മതി. അങ്ങേർക്ക് 30 വർഷമായിട്ട് അങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്ന എന്നേക്കാളും വലുത് ഇന്നലെ കയറി വന്ന അങ്ങേരുടെ മരുമകളാണെങ്കിലേ പിന്നെ മരുമകൾ അവൾ അവിടെ തന്നെ വാഴിച്ചോട്ടെ. അവളുടെ സാമ്രാജ്യമല്ലേ ആ വീട്, അവളുടെ സാമ്രാജ്യം തന്നെ നടക്കട്ടെ. എന്തായാലും എന്നെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഭാമ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചന്ദ്രേ, കുറച്ച് കഴിയുമ്പോൾ നീ അങ്ങ് തണുക്കും, അപ്പോൾ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് രാത്രിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി സച്ചിൻ രേവതി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ്. രേവതിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ. രേവതി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. സച്ചി ഇത് കേട്ടിട്ട് എഴുന്നേക്കുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നീ എന്താ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല സച്ചിയേട്ടാ. ഞാൻ കാരണമല്ലേ ഇന്ന് ഈ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി പോയിരിക്കുന്നത്. ഇത് അവരുടെ വീടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ആങ്ങളെ ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ആങ്ങളയെ കൈവിടാൻ പറ്റില്ല. അവൻ്റെ ഭാവി ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ തോന്നും. എങ്കിൽ ഞാൻ ഇപ്പോൾ അവരുടെ വീട്ടിൽ അവരെല്ലാതെ ഇങ്ങനെ വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ കഴിയാനായിട്ട് പറ്റുന്നില്ല സച്ചിയേട്ടൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞ സച്ചിയേട്ടൻ കേൾക്കുമെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടി, നീ അമ്മ പോയതിനെക്കുറിച്ച് ഓർത്തിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കൊരു കാര്യം അറിയാമോ? കുട്ടിക്കാലം മുതൽ തന്നെ തുടങ്ങിയ എൻ്റെ അച്ഛനും അമ്മയുടെയും അഭിപ്രായങ്ങൾ പലതാണ്. രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടെ വരികയും ചെയ്യും. അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അമ്മ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കെട്ടും കിടക്കയൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. 2-3 ദിവസം കഴിയുമ്പോൾ
തനിയെ അത് ശരിയായിക്കോളും. ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടിട്ടേ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കാണുന്ന ദേഷ്യവും കാര്യങ്ങളും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ തന്നെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നോളും. അത്രയേ ഉള്ളൂ. അല്ലാതെ നീ കരുതുന്നത് പോലെ ഇവിടെ കാലാകാലം അമ്മ ഇങ്ങനെ മാറി നിൽക്കത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാലും ഞാൻ കാരണമല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സച്ചിയേട്ടൻ ദേഷ്യപ്പെടുമോ? നീ കാര്യം എന്താണെന്ന് പറ രേവതി എന്നിങ്ങനെ പറയുന്ന സമയത്ത്, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടല്ലേ അമ്മ ഇറങ്ങിപ്പോയത്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലോ എന്നിങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, നീ എന്താ രേവതി പറയുന്നത്? എനിക്ക് ഈ വീട്ടിൽ നിന്ന് എന്നും അമ്മയുടെ വായിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വീട്ടിൽ മാറി താമസിക്കാനോ നിനക്ക് ചെലവിന് തരാൻ അറിയാൻ മേലാഞ്ഞിട്ടോ അല്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതേ എൻ്റെ അച്ഛനെ ഓർത്ത് മാത്രമാണെന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ അച്ഛന് ഈ വീട്ടിൽ വേറെ ആരും ഒരു വില കൽപ്പിക്കുകയില്ല. ഞാൻ അച്ഛന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ കാണും. നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോവാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ കാരണം അവർക്കിടയിൽ ഒരു ഭിന്നത വേണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കണ്ട, ഇതെല്ലാം മാറും. മാത്രമല്ല എങ്ങനെയാണ് ശരത്തിനെ പുറത്തിറക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് നന്നായി നല്ല രീതിയിൽ അറിയാം. അത് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നീ സമാധാനമായിട്ട് കിടക്കാൻ നോക്കി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും തന്നെ മഹിമ പെട്ടെന്ന് വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. മഹിമ വന്നിട്ട് സുഖവിവരങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വേഗം തന്നെ ശ്രുതി ഇറങ്ങി വരുന്നുണ്ട്. ആ ആൻറ്റി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹിമ പറയാണ്, ഓ ഞാൻ ആ വീഡിയോ കണ്ട് എന്ത് കഷ്ടമാണല്ലേ. ആ പയ്യൻ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നതേ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ അടുത്ത് പോകാൻ തന്നെ പറ്റുന്നില്ല. എല്ലാവരും വന്നിട്ട് ചോദ്യമാണ്, ഇത് വർഷയുടെ ഭർത്താവിൻ്റെ എടത്തിയമ്മയുടെ അനിയനല്ലേ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും വന്ന് ചോദിക്കല. നാണക്കേട് കൊണ്ട് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അതിരിക്കട്ടെ ചന്ദ്ര എന്തിയെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി വഴക്കിട്ട് ഇന്നലെ തന്നെ വീട്ടിൽ പോയി. ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നാണ് ആൻറ്റിയുടെ ഉത്തരവ്. എന്നാൽ ഇപ്പോൾ രേവതിനെ ഇറക്കി വിടാത്തത് കാരണം ആൻറ്റി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് മഹിമ പറയുന്നുണ്ട്, അതിലെന്താ ഇത്ര തെറ്റ്? ആൻറ്റി ചന്ദ്രയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. രേവതിയുടെ ആങ്ങളെയാണല്ലോ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. ആ വീഡിയോ എല്ലായിടത്തും പബ്ലിഷ് ആയിട്ടുണ്ട്. മാത്രമല്ല എന്നിട്ടും രേവതി ഈ വീട്ടിൽ തുടരുമ്പോൾ ആൾക്കാര് ചന്ദ്രയോടല്ലേ ചോദ്യങ്ങൾ ചോദിക്കുക. അതിനെല്ലാം ചന്ദ്രയല്ലേ മറുപടി പറയേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾക്കും വിഷമമുണ്ട്. ഞങ്ങളുടെ മകൾ അവളെ ഈ കള്ളനുള്ള കുടുംബത്തിലേക്കാണല്ലോ വന്നിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം രേവതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. രേവതി ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയെ കാണുന്നതേ മഹിമ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നിന്റെ ആങ്ങള നിന്നോട് പറഞ്ഞിട്ടാണോ ഈ പരിപാടികളൊക്കെ കാണിച്ചതെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. രേവതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഒന്നും പറയാതെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി ഇത് കേട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, ഓ ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ പോലും ഇപ്പോൾ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര നാണക്കേടാണ്. ഞങ്ങളുടെ കുടുംബം നല്ല മഹത്വമുള്ള കുടുംബമാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സച്ചി പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ കുടുംബ മഹിമയൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം. സർവീസിലിരുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെ തിരിമറികളാണ് നടത്തിയിരിക്കുന്നത് എന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ശരിയാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതെ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലെ വിഷ്വൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ അതിനെ പിന്നിലുള്ള തല
അല്ലെങ്കിൽ അതിനു പിന്നിലുള്ള സംഭവം മനസ്സിലാക്കാതെ നിങ്ങളൊരു കമൻറ്റിൽ എത്തേണ്ട കാര്യമുണ്ടോ? അതായത് ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതേ എൻ്റെ അമ്മയും ഈ നിൽക്കുന്ന ഓട്ടക്കാരനും അവൻ്റെ ഭാര്യയും കൂടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല. മാത്രമല്ല അവനെ എടുത്തുകൊണ്ടുപോയ പൈസയെ അതെനിക്ക് തിരിച്ചു തരികയും ചെയ്തു. അവൻ ആ വൈരാഗ്യത്തിന് ചെയ്തു എന്നും മാത്രമേ ഉള്ളൂ എന്നും ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന മഹിമ പറയുന്നുണ്ട്, പിന്നെ വൈരാഗ്യത്തിന് ചെയ്തു എന്ന് മാത്രം, പൈസ തിരിച്ചു തന്ന ചെയ്ത തെറ്റ് ചെയ്തത് അല്ലാതായി പോവെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിമയാണെങ്കിൽ മോളെ വർഷയെന്ന് വിളിച്ചിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഇതിന് ശേഷം രവീന്ദ്രനാണെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി, ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതെ അങ്കിളെ, ഞാൻ വീഡിയോയ്ക്ക് എല്ലാവരും കണ്ടതല്ലേ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ കുടുംബത്തിലുള്ള അംഗം തന്നെയല്ലേ, അത് വർഷയുടെ അമ്മയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നിങ്ങനെ തിന്ന് പരുങ്ങുകയാണ് കേട്ടോ ശ്രുതി. ഇത് കണ്ടിട്ട് രവി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്.